എന്നെ കാണാൻ പ്രിൻസസിനെ പോലെ തന്നെയുണ്ട്. താങ്ക് യു സോ മച്ച് മോളെ. അല്ല സീതമ്മ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ റെഡിയായി നിൽക്കുന്നേ? സീതമ്മ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? അല്ല സീതമ്മ, ഡോക്ടർ അങ്കിളുടെ കുഞ്ഞാവെ കണ്ടുപിടിച്ച ഞാനും നീയും അകന്നു പോവോ? മോളെ, നിന്റെ മനസ്സിൽ ഈ ചോദ്യം എങ്ങനെയാ ഉണ്ടായത്? നീ ഒരിക്കലും എന്റെ അടുത്തുനിന്ന് അകന്നു പോവില്ല. ആ ദൈവത്തിനറിയാം ആരെയൊക്കെ എങ്ങോട്ടൊക്കെ പറഞ്ഞയക്കണമെന്ന്. ശ്യാമിന്റെ മകൾ എത്തേണ്ടത് എവിടെയാണോ അവിടെ തന്നെയുണ്ട്. നീ എന്റെ ലൈഫിൽ വന്നതിനൊരു റീസൺ ഉണ്ട് മോളെ. രാമനാ നിന്നെ എന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്. രാമൻ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ട് മോളെ. നിന്നെ എന്നെയും തമ്മിൽ അകറ്റാൻ കഴിയില്ല. സീതമ്മ, നീ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് ഒട്ടും മനസ്സിലായില്ല. പക്ഷെ ഞാൻ ചോദിച്ചത്, ഡോക്ടർ അങ്കിളുടെ കുഞ്ഞാവ് വന്നു കഴിഞ്ഞാ ഞാനും നീയും അകന്നു പോവോന്നാ. അങ്ങനെയൊക്കെ നിങ്ങളും ആന്റി സംസാരിക്കുന്നുണ്ടെന്ന് ക്യൂട്ടേച്ചി ബഡ്ഡി ബംഗാരി അമ്മ ആന്റിനോട് പറഞ്ഞു. ഞാൻ ഒളിഞ്ഞു കേട്ടതൊന്നും അല്ല സീതമ്മ. ഞാനും അനി ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുമ്പോ അവിടെ ഒളിച്ചിരിക്കുവായിരുന്നു. അപ്പൊ അവര് പറയുന്നത് കേട്ടതാ. എനിക്കറിയാം മോളെ, എന്റെ മോള് മിടിക്കുക. അങ്ങനെയൊന്നും നീ ഒളിഞ്ഞു കേൾക്കില്ലെന്ന്. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ മോളെ. നീ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഓക്കെ? സീതേ, നീ റെഡിയായില്ലേ? സിഹി, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? അവിടെ നിന്റെ അങ്കിള് കഥ പറഞ്ഞു തരാൻ കാത്തിരിക്കുക. ചെല്ല്. ആണോ? സീതമ്മ, ഞാൻ പോയി കഥ കേട്ടിട്ട് വരാമേ. ബൈ. സീതേ, നീ എങ്ങാണോ ഈ ചടങ്ങ് വേണ്ടാന്ന് പറഞ്ഞാലോ എന്ന് കരുതി ഞാൻ ഇരുന്നതാ. പക്ഷെ എന്തായാലും റെഡി ആയല്ലോ. സുന്ദരിയായിട്ടുണ്ട്. അല്ല, ഈ വീട്ടുകാരൻ നിനക്കൊരു വലിയ മാല തന്നിരുന്നല്ലോ, അതെടുത്ത് ഇട്ടൂടെ നിനക്ക്? എടുത്തി അതൊക്കെ എന്തിനാ? അയ്യോ, പിന്നെ അതെടുത്ത് പൂജിക്കാൻ വെക്കാനാണോ? ഒരു ഗതി ഇല്ലാത്തവളെ പോലെ ഒരു കരിമണി മാല ഇട്ടോണ്ട് നിക്കുന്ന എന്താ? ആ വലിയ മാല നിന്റെ അതിട്ടോ. ഇന്നത് ഇട്ടില്ലെങ്കിൽ പിന്നെ എപ്പ ഇടാനാ? എടുത്ത് ഇത്രയൊക്കെ പോരെ, ഇതിനെന്താ കുഴപ്പം? അയ്യോ സീതേ, ചുമ്മാ ഇരിക്കെ, ഞാൻ പറയുന്നത് കേക്ക്. എവിടെ താ, ഞാൻ ഇട്ട് തരാം നിനക്ക്. ശരി, ഞാൻ തന്നെ ഇട്ടോളാം. എന്തു പറ്റി ശ്യാം? ഡോക്ടർ ലക്ഷ്മിയെ കണ്ടിരുന്നോ? എന്തു പറഞ്ഞു? അവര് നിന്റെ പേരിൽ കേസൊന്നും കൊടുത്തില്ലല്ലോ. വാവ്, ഇത്രയെങ്കിലും ബോധം ഉണ്ടല്ലേ നിനക്ക്? നമ്മുടെ മകളുടെ കാര്യമൊന്നും അറിയണ്ട, നിന്റെ സേഫ്റ്റി മാത്രം അറിഞ്ഞാൽ മതി നിനക്ക്. നീ ചെയ്ത തെറ്റിന് ഞാൻ അനുഭവിക്കുന്നത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ശ്യാം. ആ പ്രഗ്നൻസിയിൽ ഓൾറെഡി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇരട്ടക്കുട്ടികളാണെന്ന് അവര് പറഞ്ഞിരുന്നല്ലോ. അതിലൊരു കുഞ്ഞു മാത്രമേ ജീവിച്ചിരിക്കൂന്നും പറഞ്ഞിരുന്നു. അത്രയും കോംപ്ലിക്കേഷൻസ് വേണ്ടെന്ന് എനിക്ക് തോന്നിപ്പോയി. ആ സമയത്ത് നീയും എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചേ. തെറ്റാണോ? അതെ, തെറ്റാണ്. ഇതൊന്നും നീ നേരത്തെ പറഞ്ഞത് തെറ്റാണ്. കുഞ്ഞെന്നോ? അന്ന് ഇവരേതോ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞിരുന്നു. ഇപ്പോഴും അവരിതാ സംസാരിക്കുന്നത്. ഏത് കുഞ്ഞിനെ കുറിച്ചാ? കുഞ്ഞ് വേണമെന്നുള്ള ഡിസിഷൻ നമ്മുടെ ആവുമ്പോ കുഞ്ഞ് വേണ്ടെന്നുള്ള ഡിസിഷൻ നീ എങ്ങനെ ഒറ്റക്കെടുത്തേ? അത് എന്നോടും പറയണ്ടേ? ഇവർക്ക് കുഞ്ഞുണ്ടെന്നോ? അതാണോ ചേച്ചി എന്നോട് മറച്ചു വെച്ചേ? നീ ചെയ്തത് തെറ്റാണ് ശാലിനി. നീ ചെയ്ത തെറ്റിന് ഡോക്ടർ അനന്തലക്ഷ്മി മാഡം ഇപ്പൊ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയല്ല. ഞാൻ പറഞ്ഞിരുന്നല്ലോ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല, അവരുടെ അടുത്തേക്ക് പോവണ്ടെന്ന്. ഞാൻ പറഞ്ഞത് കേൾക്കാതെ വെറുതെ പോയി നാണം കിട്ട് വന്ന് നിൽക്കും. ആ, ഇറ്റ്സ് ഓക്കെ. എന്റെ മകളെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ റെഡിയാണ്. ആൻഡ് മോറോവർ, റാമ അവന്റെ എല്ലാ റെപ്യൂട്ടേഷനും ഇൻഫ്ലുവൻസും യൂസ് ചെയ്ത് ഡോക്ടർ അനന്തലക്ഷ്മിക്കെതിരെ നമ്മൾ ചോദിച്ച ഇൻഫർമേഷൻ തരാതെ മറച്ചു വെച്ചതിന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ആ സറോഗേറ്റ് മദറിന്റെ ഡീറ്റെയിൽസ് ഡോക്ടർ അനന്തലക്ഷ്മി നമുക്ക് തന്നേ പറ്റൂ, നമുക്ക് കിട്ടിയേ പറ്റൂ. സറോഗേറ്റ് മദർ?
ചേച്ചിയും ജിജു അപ്പോ സറോഗസി ത്രൂ ഒരു കുഞ്ഞിന് വേണ്ടി ശ്രമിച്ചിരുന്നോ? ആ കുഞ്ഞ് ജനിച്ചിരുന്നോ? അതൊരു പെൺകുട്ടിയായിരുന്നു. ഇപ്പൊ അത് ആ സറോഗേറ്റ് മദറിന്റെ കൂടെയാണോ ഉള്ളത്? അവളെയാണോ ഇവരെ അന്വേഷിക്കുന്നത്? എന്ന് വെച്ചാ ഇതേതോ ആശ്രമത്തിൽ നിന്ന് വന്നതാണല്ലോ. സീത. ഓ ഗോഡ്. ജിജു, ഐ തിങ്ക് ഐ ക്യാൻ ഹെൽപ്പ് യു. ഹേ യു, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ശാലിനി എന്താ ഇത്? ശ്യാം, അത് ശാലിനി ഇവിടെ എങ്ങനെ ഇവിടെ എത്തി? ജിജു, ഞാനെല്ലാം പറഞ്ഞുതരാം. കണ്ടോ എന്ത് ഭംഗിയായിപ്പോ. ഇടാൻ പറഞ്ഞ മോതെ വെറുപ്പിച്ച് നിന്നോളൂ. ഇതിങ്ങനെ കാണുമ്പോ അതൊന്ന് ഇട്ട് നോക്കാൻ എനിക്ക് എന്തൊരു ആഗ്രഹം ഉണ്ടെന്നോ. അല്ല, ഒരു പറച്ചിലുണ്ടല്ലോ, വടിയുള്ളവൻ എറിയില്ല, എറിയുന്നവന് വടിയില്ലെന്ന്. അയ്യോ, എനിക്ക് സ്വർണ്ണമെന്ന് വെച്ചാ ഒത്തിരി ഇഷ്ടമാ, പക്ഷെ വാങ്ങാനുള്ള ഗതിയില്ല. പക്ഷെ നിനക്ക് ഇത്രയൊക്കെ ഉണ്ട്, പക്ഷെ അതിനോട് ആഗ്രഹമില്ല. സീതേ, ഞങ്ങള് സ്വർണം വാങ്ങിയിട്ട് എത്ര കാലമായെന്നറിയാവോ മോളെ? എനിക്ക് നീ ഒരു സ്വർണത്തിന്റെ വള വാങ്ങി തരണേ. ഞാൻ നിനക്ക് ഒരുപാട് സഹായം ചെയ്തതല്ലേ. അയ്യോ, ഇവരെന്താ ഇതൊരു മടിയില്ലാതെ ചോദിക്കുന്നൊന്നും കരുതല്ലേ. ഞങ്ങൾക്കല്ലേലും ആരുണ്ടായിട്ടാ, മക്കളും ഇല്ലല്ലോ. എന്തു വേണേലും നീ മാത്രമല്ലേ ഞങ്ങക്ക് ചോദിക്കാനും പറയാനും ഉള്ളൂ. ഏടത്തി, അതിന് നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നേ? നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഞാൻ പൈസ അയച്ചോളാം. എന്താന്ന് വെച്ചാൽ വാങ്ങിക്കോളൂ. ഓ ആണോ? ആയിക്കോട്ടെ മോളെ, ആയിക്കോട്ടെ. സീതേ, ആ രുദ്രപ്രതാപ് സിഹിയുടെ അച്ഛനെ പോലുള്ള ആരെങ്കിലും കണ്ടുപിടിച്ചാ അത്ര തരാ ഇത്ര തരാന്നൊക്കെ പറഞ്ഞിരുന്നു. മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്കും പൈസ ഉണ്ടാക്കാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷെ വേണ്ട കേട്ടോ, അങ്ങനെ ചതിച്ചുണ്ടാക്കുന്ന പൈസ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ അങ്ങനത്തെ ചതിയൊന്നും കാണിക്കത്തില്ല. എനിക്കറിയാം ഏട്ടത്തി, നിങ്ങളും ചേട്ടനും ഈ സത്യം മറ്റാരോടും പറയാതെ അറിഞ്ഞിട്ടും അറിയാതെ പോലെ നിന്ന് തന്നാ അത് വലിയ സഹായമാവും ഏട്ടത്തി. പ്ലീസ്. ശരി ശരി, എല്ലാം ശരിയായിക്കോളൂ. നീ ഒന്നും ആലോചിക്കാൻ നിൽക്കണ്ട. ഇന്നില്ലേ സീതേ, രാമങ്ങാനും നിന്നെ കണ്ടു കഴിഞ്ഞാൽ മയങ്ങി വീഴും. അത്രയ്ക്ക് സുന്ദരിയായിട്ടുണ്ട്. എന്റെ ദൃഷ്ടി മതി നിനക്ക്. സീതേ, രാമിന് ഫോൺ ചെയ്ത് വേഗം വരാൻ പറ. സീത, ഇത്രയും വലിയ സത്യം മറച്ചു വെച്ചിട്ട് നീ ചടങ്ങിന് തയ്യാറായ എന്താ കാര്യമുള്ളത്? ഈ ചടങ്ങിന് ശരിക്കും ഒരു അർത്ഥം ഉണ്ടാവുന്നത് നീ എല്ലാ സത്യങ്ങളും റാമിനോട് പറഞ്ഞതിന് ശേഷമാണ്. സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവളാ നീ, സത്യം മാത്രം പറയുന്നവളാ നീ. ഇത്ര വലിയ സത്യം മറച്ചു വെച്ച് നീ എങ്ങനെ ജീവിക്കുന്നത് സീത? ഇനി ഒന്നും ആലോചിക്കണ്ട. റാമിനോട് നീ എല്ലാ സത്യങ്ങളും പറഞ്ഞേ പറ്റൂ. അതെ, എല്ലാ കാര്യങ്ങളും എനിക്ക് റാമിനോട് പറയണം. തുറന്നു പറയാത്ത എന്തെങ്കിലും രഹസ്യം നമുക്കിടയിലുണ്ടെങ്കിൽ ഈ ബന്ധത്തിനൊരു വിലയില്ല. മറ്റൊരാളും വഴി റാമി കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. എല്ലാത്തിനും മുമ്പ് എനിക്ക് അദ്ദേഹത്തോട് എല്ലാം തുറന്നു പറയണം. ജിജു, ഈ വീട്ടിലേക്ക് ഞാൻ എന്തിനു വന്നു, എങ്ങനെ വന്നു എന്ന് പറയുന്നതിനേക്കാൾ വലിയൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. പ്ലീസ് അതൊന്ന് കേൾക്ക്. ട്രസ്റ്റ് മീ. ചാന്ദിനി പ്ലീസ്. ശാലിനി, എന്തിനാ ഇവളെ വീട്ടിൽ കയറ്റിയത്? എന്തിനാ ഇവളെ വീട്ടിൽ കയറ്റിയേ? എന്തിനാണെന്നോ? അവൾ എന്റെ അനിയത്തിയാ ശ്യാം. എനിക്കിവിടെ ആരും കൂടെ ഇല്ലെന്ന് തോന്നി. നീ എന്നോട് ഇങ്ങനെ പെരുമാറുന്നേ. എനിക്ക് ഫാമിലി എന്ന് പറയാനുള്ളത് ഇവള് മാത്രമാ. അതുകൊണ്ടാ ഞാൻ ഇവളെ വിളിച്ചു വരുത്തിയത്. ജിജു, നിങ്ങൾ രണ്ടുപേരും ഇപ്പോ കുഞ്ഞിനെ കുറിച്ച് സംസാരിച്ചില്ലേ? അതെന്താണെന്ന് അറിയോ? ഓ ഗോഡ്, ഒന്ന് നിർത്താൻ പറ്റുമോ നിനക്ക്? താങ്ക് യു ഫോർ ഓഫറിംഗ് ദ ഹെൽപ്പ്. നൗ പ്ലീസ് ഗെറ്റ് ലോസ്റ്റ്.
ലെറ്ററിൽ അനന്തലക്ഷ്മിയുടെ പേരുണ്ടായിരുന്നു. ആ ലെറ്റർ നമ്മുടെ അഡ്രസ്സിലേക്കാ വന്നത്. ആ ലെറ്റർ നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താ, ആ ലെറ്റർ നമ്മുടെ അഡ്രസ്സിലേക്ക് വന്നത് എന്താണെന്ന് ഒരു പിടി എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഡോക്ടർ അനന്തലക്ഷ്മിയെ പോയി മീറ്റ് ചെയ്തത്. അവരെ മീറ്റ് ചെയ്ത ശേഷം എനിക്ക് എല്ലാത്തിനുള്ള ഉത്തരം ലഭിച്ചു. എന്റെ ഡൗട്ട്സ് ഒക്കെ ഇപ്പോഴാ ക്ലിയർ ആയത്. സീതേനെതിരെ ഇതിലോട്ട് കൊണ്ടുവരുന്നത്? അയ്യോ ജിജു, സീത ഇതിന്റെയൊക്കെ സെന്റർ പോയിന്റ്. സത്യ ജിജു, നിങ്ങൾ രണ്ടുപേരും സറുഗസി ത്രൂ ഒരു കുഞ്ഞിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നല്ലേ? ബട്ട് നിങ്ങൾക്ക് ആ കുഞ്ഞിനെ കിട്ടിയില്ല. ആൻഡ് ഇപ്പോ ആ സറോഗേറ്റ് മദറിനെയും നിങ്ങളുടെ കുഞ്ഞിനെയും നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, റൈറ്റ്? ഡോക്ടർ അനന്തലക്ഷ്മി ആണെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുമില്ല അല്ലേ? ബട്ട് ഐ ക്യാൻ ഹെൽപ്പ് യു ജിജു. ട്രസ്റ്റ് മീ, ആ സറോഗേറ്റ് മദർ ആരാണെന്ന് എനിക്ക് ഇത് വേറെ ആരുമല്ല ജിജു, സീത. സീതയാ സറോഗേറ്റ് മദർ. നേരത്തെ കാലും നീട്ടി ഇവിടെ കുറെ നേരം ഇങ്ങനെ ഇരുന്നാ ഉറക്കം വന്ന് ഞാനങ്ങ് വീണുപോയില്ലേ, പഞ്ഞി പോലെയുണ്ട്. ഒരു തലയാണ് എടുത്ത് തന്നിരുന്നെങ്കിൽ ഇവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങായിരുന്നു. ആ അതാ അപ്പൊ കാര്യം. എന്തൊരാൾക്കാരാ ഇവര്. വീട്ടിലെന്താ റൂമില്ലേ? ഇവിടെയാണോ കിടക്കാൻ പോകുന്നത്? അനി, സിഹി, നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത്? പോയി കിടന്ന് ഉറങ്ങാൻ നോക്കിയേ. ഇല്ല മേമേ, അങ്കിള് ഞങ്ങൾക്ക് ബ്രഹ്മരാക്ഷസന്റെ കഥ പറഞ്ഞു തരാന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം, എങ്ങോട്ടും വരുന്നില്ല. ക്യൂട്ടേച്ചി, ഞങ്ങൾ ഇന്നിവിടെ ഹാങ് ഔട്ട് ചെയ്തോളാം. ഹാങ് ഔട്ടാ? ഹായ് അച്ഛാ. അച്ഛാ. ഹായ് ചക്കരേ. അല്ല, ഇത്ര സമയത്ത് ഉറങ്ങിയില്ല നീ? ഞങ്ങള് ബ്രഹ്മരാക്ഷസന്റെ കഥ കേട്ട് ഉറങ്ങാൻ പോവായിരുന്നു. അതിനാരാ കഥ പറയുന്നേ? എന്റെ അങ്കിള്. അളിയാ, മുകളിൽ ഗസ്റ്റ് റൂമിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാമല്ലോ. വേണ്ട വേണ്ട വേണ്ട, ഒരു തലോണങ്ങി തന്നാ മതി, ഞങ്ങളിത് ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളാം. ഇവിടെയോ? വേണ്ട വേണ്ട, നിങ്ങൾ പോയി ഗസ്റ്റ് റൂമിൽ കിടന്ന് ഉറങ്ങിക്കോളൂ. വരൂ. ഞാൻ ഗസ്റ്റ് റൂം റെഡിയാക്കാൻ ശ്വേതയോട് പറഞ്ഞിരുന്നു. ഞാൻ നോക്കട്ടെ റെഡിയായോന്ന്. സീക്കുട്ടാ, ആന്റി എങ്കിലും പാവം റെസ്റ്റ് ചെയ്തോട്ടെ കേട്ടോ. ടയർഡായി കാണും. നീ ഇനിയും വേഗം പോയി ഉറങ്ങാൻ നോക്കിയേ, ടൈമായി. ഇല്ല അച്ഛാ, ഞാനും അനി ഇവിടെ നിന്നോളാം. നിങ്ങൾ പോയി കിടന്നോ, ഇന്ന് നിങ്ങളുടെ സ്പെഷ്യൽ ഡേ അല്ലേ. ഞാനും അനിയും കഥയൊക്കെ കേട്ട് ഇവിടെ ഇരുന്നോളാം. നിങ്ങളുടെ കുഞ്ഞ് സീതയുടെ അടുത്താ ഉള്ളത്. അതിന് ആശ്രമത്തിലേക്ക് വന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടി ലെറ്റേഴ്സ് അയച്ചത്. ആ ലെറ്റർ മലയാളത്തിലായിരുന്നത് കൊണ്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാൻ പറ്റിയില്ല. പക്ഷെ സൈൻ ചെയ്തത് സീതയാണെന്ന് മനസ്സിലായി. കാരണം ഞാൻ ഓഫീസിൽ വെച്ച് കണ്ടിട്ടുണ്ട്. സീത എന്ന് മലയാളത്തിൽ സൈൻ ചെയ്യുന്നത് അവള് മാത്രമാ. സോ സീതയുടെ മകളാ നിങ്ങളുടെ മകള്. ഓൾ ക്ലിയർ? ഓ, സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. നീ ആരോട് ഈ കഥ ഇറക്കുന്നത്? നോക്ക്, കള്ളം പറയുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. അത് വിട്. ഏത് സിഗ്നേച്ചറിനായിരുന്നു നീ പറയുന്നത്? എത്ര നന്നായി നീ ഫോർജറി ചെയ്യുന്ന ഞാൻ കണ്ടാണല്ലോ. ഒരേ വീട്ടിൽ നിന്ന് എന്റെ സിഗ്നേച്ചർ കോപ്പി ചെയ്ത് ഇപ്പൊ ഇവിടെ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നു. ഞാൻ എങ്ങനെ നിന്നെ വിശ്വസിക്കോ? ഇത് വിശ്വസിച്ചേ പറ്റൂ ജിജു. നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇത് വിശ്വസിക്കും. ശാലു, എന്തിനാ അവൾ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്താ അവൾക്ക് വേണ്ടതെന്ന് ചോദിക്കേ. ചന്ദ്രി പ്ലീസ്, ഈ കാര്യം പറഞ്ഞ് നീ കളിക്കാൻ നിൽക്കരുത്. ഇങ്ങനൊരു കാര്യത്തിൽ ആരെങ്കിലും തമാശ കളിക്കോ? നിങ്ങളുടെ കുഞ്ഞ് സീതയുടെ അടുത്താ ഉള്ളത്. അതിനവളുടെ ഒപ്പാണ് സാക്ഷി. ആ ലെറ്ററിൽ സീത എന്ന് എഴുതിയത് ഞാൻ കണ്ടതാ. അതിന് ഞാൻ അനന്തലക്ഷ്മി പോയി മീറ്റ് ചെയ്തത്. ഓക്കെ, നീ എന്തോ ലെറ്റർ എന്ന് കുറെ നേരം പറയുന്നുണ്ടല്ലോ. എവിടെയാ ലെറ്റർ? ആ ലെറ്റർ എടുത്ത് കാണിക്ക്. എനിക്ക് സീതയുടെ സൈൻ ഒന്ന് കാണണം.
ചാന്ദിനി ആ ലെറ്റർ ഒന്ന് കാണിക്കേ, അപ്പൊ നീ പറയുന്നത് ഞാൻ വിശ്വസിക്കാം. ഷാലു, ആ ലെറ്റർ എവിടെയാ ലെറ്റർ? ജിജു സത്യമായിട്ട് ആ ലെറ്റർ എന്റെ അടുത്ത് ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് എനിക്കത് കിട്ടിയത്. ബട്ട് ഇടയ്ക്ക് വെച്ചപ്പോഴോ മിസ്സായി പോയി. ഐ സ്വെയർ ജിജു, ഞാൻ സത്യം പറയുന്നേ. കണ്ടില്ലേ ശാലു, അവൾ എന്ത് ഈസി ആയിട്ടാ കഥ ഉണ്ടാക്കുന്നത്. ലെറ്റർ ഉണ്ടായിരുന്നു അത്രേ, ഇപ്പൊ ഇല്ല. വാ, കഥയല്ല ജിജു, സത്യം ഞാൻ പറയുന്നത്. എന്നാ ലെറ്റർ ഉണ്ടെന്ന് കാണിക്കേ. നീ ആ ലെറ്റർ കാണിക്കില്ല. എങ്ങനെ പറ്റും? കഥയിലുള്ള ആ ലെറ്റർ പുറത്തെടുത്ത് കാണിക്കാൻ കഴിയില്ലല്ലോ. ശ്യാം, ചാന്ദിനി പറയുന്നത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നേ. സീതയെ കുറിച്ച് വെറുതെ ഒരു കള്ളം പറഞ്ഞതുകൊണ്ട് ഇവൾക്ക് എന്ത് ലാഭമുള്ളത്? ചാന്ദിനി പറഞ്ഞതിനെ കുറിച്ച് നമ്മളും ഒന്ന് ആലോചിക്കണം എന്നാ തോന്നുന്നേ. നോ, എനിക്ക് കള്ളങ്ങൾ കേൾക്കാൻ ഇഷ്ടമില്ല. നോക്ക്, ദയവ് ചെയ്ത് ഇവളെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കണ്ട. ഐ ഗെറ്റ് ഇറ്റ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും സീതയുടെ അസൂയ. ഇവൾ അതുകൊണ്ട് അവൾക്കെതിരെ ഒരു കഥ ഉണ്ടാക്കുന്നു, നീ അവളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നു. ശ്യാം, ആ സീതയോട് ഞങ്ങൾക്ക് എന്തിന്റെ പേരിൽ അസൂയ തോന്നണ്ടേ? ബിക്കോസ് ഷീ ഈസ് എ വണ്ടർഫുൾ മദർ. നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള സ്വാർത്ഥത അസൂയൊന്നും സീതയ്ക്കില്ല. അതല്ലേ നിങ്ങളുടെയൊക്കെ പ്രശ്നം? ജിജു, പ്ലീസ് സ്റ്റോപ്പ് ദിസ്. ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ആവട്ടെ എന്ന് കരുതി സത്യം പറഞ്ഞപ്പോ എന്റെ തലക്കേറി നിങ്ങൾ ഇരിക്കുന്നത് എന്തിനാ? ഹേയ്, സത്യം എന്താണെന്ന് ഞാൻ കണ്ടെത്തിക്കോളാം. എന്നെ ഹെൽപ്പ് ചെയ്യാൻ റാമുണ്ട് കൂടെ. നിന്റെ ഒരു സഹായവും ആവശ്യമില്ല. നോക്ക്, ഇതേപോലെ വീണ്ടും വന്ന് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ കഥ മെനഞ്ഞാ നമ്മുടെ ബന്ധം എനിക്ക് മറക്കേണ്ടി വരും. Now get out from here. Out. സീമോളെ, നിനക്കിതൊക്കെ ആരാ പറഞ്ഞിരുന്നേ? അങ്ങനെയൊന്നും പറയാൻ പാടില്ല, മനസ്സിലായോ? അത് മോനെ, അവള് തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഇന്നത്തെ കാലത്തെ മക്കള് അച്ഛനും അമ്മയ്ക്കും എല്ലാം പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയായി. അങ്ങനെ പറഞ്ഞതല്ല മോനെ, കല്യാണം ഇപ്പൊ കഴിഞ്ഞല്ലേ ഉള്ളൂ. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വേണ്ടേ നിക്കാൻ. അത് വിട്ടിട്ട് 100,000 കാര്യങ്ങൾ തലയിലെടുത്ത് വെച്ച് ആ പ്രശ്നങ്ങൾക്ക് പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരു ജീവിതമാണോ? നമ്മള് കുടുംബജീവിതം നോക്കണ്ടേ? ചെല്ല്, സീത കാത്തിരിക്കുന്നുണ്ട്, ചെല്ല്. സീതമ്മ സൂപ്പർ ആയിട്ട് റെഡി ആയിട്ടുണ്ട് അച്ഛാ. ഒന്ന് ചെന്ന് നോക്കണം. വേഗം പോ ബ്രദർ. ബ്രോ പോയില്ലെങ്കിൽ ബ്രഹ്മരക്ഷസിന്റെ കഥ കേൾക്കാൻ കഴിയില്ല. ഓൾ ദി ബെസ്റ്റ്. ചെല്ലേ. പോ അച്ഛാ, വേഗം പോ. ആദ്യം ഇവിടുന്ന് ഇറങ്ങിക്കേ. കഥ പറഞ്ഞു കൊടുക്ക്. അങ്കിൾ, കഥ പറഞ്ഞു തുടങ്ങിക്കോ. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഒരു വലിയ ഗ്രാമത്തിനടുത്തുള്ള ഒരു ചെറിയ സ്ഥലത്ത് ഒരു വലിയ ബ്രഹ്മരാക്ഷസനുണ്ടായിരുന്നു. ബ്രഹ്മരാക്ഷസനോ? ജിജു, നിനക്ക് ഞാൻ പറഞ്ഞത് വിശ്വാസമില്ലല്ലേ? എന്നാ ഞാൻ ആ സത്യം ഒന്നുകൂടെ പറയാം. നിങ്ങൾ അന്വേഷിക്കുന്ന കുഞ്ഞ് സീതയുടെ അടുത്താ ഉള്ളത്. സീതയാണ് നിങ്ങളുടെ മകളെ നിങ്ങളിൽ നിന്നും അകറ്റിയത്. ഇറ്റ്സ് ട്രൂ ട്രൂ ട്രൂ. ഇനി ഒരു അക്ഷരം പറഞ്ഞ നീ വിവരം അറിയും ചാന്ദിനി. ഗെറ്റ് ലോസ്റ്റ്. ശ്യാം, ഒരു മിനിറ്റ്. ചാന്ദിനിക്ക് ഇങ്ങനെ ഒരു കള്ളം പറയേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ ശ്യാം? അവള് പറയുന്നതിന് ഒരു സത്യം ഉണ്ടായിക്കൂടെ? നീ ഒന്ന് ആലോചിച്ച് നോക്ക് ശ്യാം. അല്ല, നിങ്ങൾ രണ്ടുപേരും ഏത് ഗ്രഹത്തിൽ നിന്ന് വന്നാ? ഭൂമിയിൽ നിന്ന് ജനിച്ചാന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്യാം, മൈൻഡ് യുവർ ടങ്. പിന്നല്ലാതെ സീതയാണ് നമ്മുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് സറോഗേറ്റ് മദർ എന്നൊക്കെ പറയുന്നു. ഒരു ഇത്തിരി ബുദ്ധിയെങ്കിലും വേണ്ടി നിങ്ങൾക്ക്. കള്ളം പറയുന്നതിന് ഒരു ലിമിറ്റ്സ് ഉണ്ടാവണം. ഇവളാണെങ്കിൽ എല്ലാം കണ്ടതുപോലെ കള്ളം പറയുന്നത്. നീയോ അത് സത്യമായിക്കൂടെ, ഒന്ന് ആലോചിച്ച് നോക്കിക്കൂടെ എന്നൊക്കെയാ പറയുന്നത്. ഇതേ ആവേശം നമ്മുടെ കുഞ്ഞ് മരിച്ചു എന്ന് കള്ളം പറഞ്ഞില്ലേ, അത് പറയുന്നതിന് മുമ്പ് വേണമായിരുന്നു. നമുക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. ശ്യാം, പ്ലീസ്. ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റിനെ ഇങ്ങനെ കുത്തി കുത്തി സംസാരിക്കാൻ നിൽക്കരുത്. നിന്റെ കുഞ്ഞ്
നിനക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിരുന്നെങ്കിൽ ലണ്ടനിലേക്കുള്ള പോക്ക് ക്യാൻസൽ ചെയ്ത് നീ ഇവിടെ നിൽക്കണമായിരുന്നു. അത് ചെയ്യാതെ നിന്റെ വഴിക്ക് പോയിട്ട് ഇപ്പൊ എല്ലാ തെറ്റും എന്റെ തലയിലിട്ട് എന്നെ കുറ്റം പറയാ. ദിസ് ഇസ് നോട്ട് ഫെയർ ശ്യാം. അതെ, ഞാൻ പോയി. ആർക്ക് വേണ്ടിയായിരുന്നു? നിനക്ക് വേണ്ടി പോയി. നമ്മുടെ കുഞ്ഞിന് വേണ്ടി, നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടിയാ പോയത്. പക്ഷെ എനിക്ക് ഒരിക്കലും നമ്മുടെ കുഞ്ഞ് ജീവിച്ചിരിക്കെ മരിച്ചു പോയി എന്ന് പറയാനുള്ള മനസ്സ് വന്നിട്ടില്ല. വിട്ടേക്ക്. പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇപ്പൊ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഒന്നും മാറ്റാൻ കഴിയില്ല. പക്ഷെ നമ്മുടെ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ അത് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ജീവിക്കാൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ നിങ്ങൾ രണ്ടുപേരും എന്തൊക്കെയോ സംസാരിച്ച് എൻ്റെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക. ഹേയ്, നീ ഇവിടെ തന്നെ നിൽക്കുന്നത് എന്തിനാ? ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. ഔട്ട്. പോയിക്കോളാം. പക്ഷെ ഓർത്തു വെച്ചോളൂ, നിങ്ങൾ ഇന്ന് സംസാരിച്ചതിനെ കുറിച്ച് നിങ്ങൾ പശ്ചാത്തപിക്കാതിരിക്കില്ല. മൈൻഡ് ഇറ്റ്. ശരിക്കും സീതയാണോ ആ സരോഗേറ്റ് മദർ? അപ്പോ സിഹി ഞങ്ങളുടെ മോളാണോ? ഇത് സത്യമാണോ?